സൂപ്പർ. ഇതാണ് വേൾഡിലെ ഹൈയസ്റ്റ് മോട്ടറബിൾ ഏരിയ ഖർദുംഗ്ല. ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് കുറച്ച് ഏരിയ മഞ്ഞിൽ കൂടെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് വരാം. ഓക്കെ, കൂട്ടിയാൽ മതി. ഗ്ലൗ ഉണ്ടോ? ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഓയോ റൂം. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും തന്നിരുന്നു. ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നെ ഞങ്ങളുടെ ഓണറാണിത്. फोन नंबर बोल दीजिए. 2-3 साल से चल रहा है. नंबर 9622231148. आगे देखिए, अच्छा है, मजा आएगा. कभी भी ले में आएगा तो इधर आ सकता है. होटल पुलिया എൻട്രൻസ് ബൈക്ക് മാത്രം പാർക്കിംഗ് പറ്റുള്ളൂ. പക്ഷെ സംഭവം കിട്ടുകയാണ്. ഫീലിംഗ് ഗുഡ്. വിനീതേ, ഹോട്ടലിനെ പറ്റി 2 വാക്ക് പറയും. ഹോട്ടലിനെ പറ്റി 2 വാക്ക്. എന്തിനെ പറ്റി? അടിപൊളി ഹോട്ടലല്ലേ, കിടിലൻ ഹോട്ടൽ. ആർക്കും സജസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. കാരണം ആ ഒരു റേറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ്. ആപ്പിൾ തോട്ടം എടുക്കണ്ടേ? നമ്മൾ കച്ചാക്കി പോയ റൂമാണ്. പക്ഷെ നല്ല ഫെസിലിറ്റിയാണ്. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഓയിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആകെ 700 സംതിങ് ഉള്ളൂ. നമുക്ക് 600 കിട്ടും. ഒന്നാമത് ഓണർ ഭയങ്കര സഹകരണമാണ്. മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആള് ക്യാമ്പ് ഫയർ മദറും എല്ലാ റൂമും നല്ല റൂമും. പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ ചായ കൊണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ ചായ എല്ലാം കൊണ്ടുവന്ന് നല്ല പെർഫെക്റ്റ് ഹോംലി ഫുഡ് വേണണ്ട. നല്ല സൈഡ് വ്യൂ. ആപ്പിള് ഈ റേറ്റിന് നല്ല മോശം തെറ്റില്ലാത്ത റൂമാണല്ലോ അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളവരോടും കൂടി അഭിപ്രായം ചോദിക്കാം. പക്ഷേ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ്. അതായത് ബൈക്കേഴ്സിന് കുഴപ്പമില്ല, 4 വീലേഴ്സ് റോഡിൽ നിർത്തിയിട്ടാണ് വരാം. ഈ ഏരിയയിൽ ഒട്ടുമിക്ക സ്ഥലത്തും പാർക്കിംഗ് അങ്ങനെ തന്നെ വരുന്നത്. പിന്നെ ചീപ്പസ്റ്റ് റേറ്റല്ലേ. നമ്മൾ പാർക്കിംഗ് നോക്കുമ്പോൾ നമ്മളെ ബഡ്ജറ്റ് റൈഡേഴ്സിന് മച്ചാ റൂമിന് പറ്റി എന്തെങ്കിലും പറയും. ഹായ്, സൂപ്പർ റൂം, അഫോർഡബിൾ, 600 ഓൺലി. ആരും ചീറ്റ് ചെയ്യരുത്, പൈസ കൊടുക്കാതെ പോയിട്ട്. അടിപൊളി റൂം. ഇപ്പോൾ പഞ്ചാബീസ് വന്ന് പൈസ കൊടുക്കാൻ മുങ്ങി ആൾ ഫുൾ ടെൻഷനല്ല. പുള്ളി ഫുള്ള് ഫ്രീഡാണ്. നമ്മൾ നോക്കിക്കൊന്നുമില്ല. പുള്ളി നമ്മൾ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. ഭക്ത റൂമിനെ പറ്റിയിട്ടുണ്ട്. അടിപൊളി റൂം മച്ചാനെ, ഒന്നും പറയാനില്ല. പക്ഷെ അടിച്ചെന്റെ കെട്ടിയതൊരു മാറിയിട്ടില്ല. ചായ മേടിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. റൂം ഒന്നും പറയാനില്ല മച്ചാനെ, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്.
ഇതുപോലൊക്കെ ഒന്ന് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പം എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സഫലമായിരിക്കുകയാണ്. എന്തായാലും വളരെ അഡ്വഞ്ചറസ് ആയിട്ടാണ് കയറി പോകുന്നത്. വളരെ വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വരിക, സേഫായിട്ട് എൻജോയ് ചെയ്യുക. രക്ഷയില്ല, സൂപ്പർ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, അടിപൊളി, രക്ഷയില്ല. പറടാ. അടിപൊളി. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്ന് ഇച്ചിരി ഓഫ് സീസണായി പോയി, കുറച്ച് മഞ്ഞ് കുറവാണ്, എന്നാലും സൂപ്പറായിട്ടുണ്ട് സ്ഥലമൊക്കെ. അടിപൊളി. ആൻഡ് റോഡ് ഓൾസോ സൂപ്പർ. സേഫായിട്ട് ഓടിച്ചു വരിക, എൻജോയ് ചെയ്യുക. ഒന്നും പറയാനില്ല, മാസ സീൻ, അടിപൊളി. പറടാ. ഒന്നും പറയാനില്ല മച്ചാനെ, ഒന്നും പറയാനില്ല. മഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ, ഇങ്ങോട്ട് പിടിക്കേ. മഞ്ഞ് സൂപ്പർ. ഇതാണ് വേൾഡിലെ ഹൈയസ്റ്റ് മോട്ടറബിൾ ഏരിയ ഖർദുംഗ്ല. ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് കുറച്ച് ഏരിയ മഞ്ഞിൽ കൂടെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ലൈഫിൽ ഇവിടെ കുറേശ്ശെങ്കിലും വന്നില്ല, ഈ തീരാത്ത നഷ്ടം. ഇത് നമ്മുടെ സ്പീഡിൽ നടന്നു പോവാ. മറ്റേ നമുക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് ഫോൾട്ട് ചെയ്യാൻ ഇരുന്നാലോ. മറ്റെന്താ പറയുക, ശ്വാസം ഒരു പരിധിയിൽ അധികം പോയി കഴിഞ്ഞാൽ തലകും. പിടിച്ചേ നിക്ക്, ഒരെണ്ണം കൂടി പറയാൻ. ശ്വാസത്തിന്റെ ഒക്കെ വില എന്താന്ന് അറിയണ ഇവിടേക്ക് തന്നെ. ഇവിടെ പൊല്യൂഷൻ ഇല്ല. നമ്മളെ ഈ ബൈക്കും വാഹനങ്ങൾ പോകുന്ന പൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. വേറൊരു രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അയ്യോ തള്ളല്ലടാ, കേറുവാടാ, കേറുവാടാ. ഒരു ഫോട്ടോ എടുക്കട്ടെ ഇതിന്റെ ഗോപുരല്ലേ. പറ വിശേഷം, പറ. പറയത് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കാണണം, പെണ്ണുമ്പിള്ളയുടെ അച്ഛന് വൈഫിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ആണെങ്കിലും നിങ്ങളെ മൈൻഡെല്ലാം അവിടെയാണ്. പുള്ളിക്കാരൻ്റെ പെണ്ണുമ്പിള്ള ആയിരിക്കും. അല്ല, നമ്മൾ കേൾക്കാൻ വേണ്ടി പറയില്ല, സീരിയസ് ആയിട്ട്. കാരണം അത്രയും ടെൻഷൻ എടുക്കുന്ന ആവശ്യം. എന്താ വെച്ചാൽ അല്ല, ഇത് കാണാണ്ട് പോയി മിസ്സായിരുന്നു. നിങ്ങളായിരുന്നു മഞ്ഞ് അടിപൊളിയായിരുന്നു. ഇനി വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം പൊളി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളും പ്ലാനിങ്ങും എല്ലാം അല്ലേ. ഏതൊരു ബൈക്ക് ബൈക്കിനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ റൈഡിങ്ങിനെ സ്നേഹിക്കുന്നവർ ഫസ്റ്റ് അവരല്ല ആദ്യം ചൂസ് ചെയ്യുന്നതല്ല, പക്ഷെ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്വപ്നം ചിലപ്പം അതെ. എന്തറിയോ, ഏതൊരു ബൈക്ക് ഓടിക്കാൻ ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ ഫസ്റ്റ് അവരുടെ സ്വപ്നം ഇതായിരിക്കും ലേ ലഡാക്ക്. പക്ഷേ നാട്ടിലാണെങ്കിൽ അവർ ചെറിയ റൈഡെല്ലാം ചെയ്ത്, കാരണം എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല. ആക്ച്വലി ഫണ്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും വോയിസ് മാത്രമുള്ള, അപ്പോൾ ഫണ്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷേ എല്ലാവരുടെ സ്വപ്നം ലേ ലഡാക്ക്. എൻ്റെ സത്യം പറയുക വെച്ചാൽ ഞാൻ വണ്ടി എടുത്തിട്ട് 3 വർഷമായി. വണ്ടി എടുത്തപ്പോൾ ഉള്ള ആഗ്രഹമാണ് ലഡാക്ക് പോകണമെന്ന്, അതെൻ്റെ ബൈക്കായിട്ട്. പക്ഷെ 3 വർഷത്തേക്ക് ഇപ്പോൾ അത് സംഭവിച്ചു. കാരണം അത് വിഷയം വെച്ചാൽ ജോലി തിരക്ക്, പിന്നെ ഫിനാൻഷ്യലി എല്ലാം കൊണ്ട്, പിന്നെ നല്ല ഒരു കമ്പനി കിട്ടണം. എന്നാലും നമ്മൾ നിഖിലായി കഴിഞ്ഞാലും സുഹിത്തായി കഴിഞ്ഞാലും നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല മഞ്ഞൊക്കെ കിടക്കുമ്പോൾ എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല.
ഷിജോവായാണ് ഡ്രൈവ് ചെയ്യുന്നത്. മഞ്ഞിനൊക്കെ ഇടയിൽ കൂടെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട്, കണ്ടോ റോഡൊക്കെ ഉണ്ടില്ലേ, വളരെ അഡ്വഞ്ചറസ് ആയിട്ട് പുള്ളി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാം ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു റോഡ്, അതായത് ഒരിക്കൽ പോലും അദ്ദേഹം ഇത്രയും വലിയൊരു ആൾട്ടിറ്റ്യൂഡിൽ ഇതുപോലൊരു റോഡിൽ, അതും ഒരു സൈഡിൽ വലിയൊരു കൊക്ക, അതുപോലെ മറ്റേ സൈഡിലാണെങ്കിൽ മഞ്ഞുമലയും, ഇതുപോലത്തെ ഒരു ഏരിയയിൽ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ ഓടിച്ചതാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ അതിന് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഷിജോവായിക്ക് ഒരു വാക്ക് പറയാൻ വേണ്ടി. സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മളതിലൊരു 1000 നന്ദി ലൈഫിന്. ഇത്രയും സപ്പോർട്ട് ചെയ്ത് എന്തോരം കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും ഈ ട്രിപ്പ് സൂപ്പറാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം മേളിലൊക്കെ എത്തിയപ്പോൾ തല കറങ്ങിയതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വീണ് പോകുമെന്ന് പോലും ഡൗട്ട് അടിച്ചാണ്. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ജോഷിൽ ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ, പുറകോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ഞുമല, അടിപൊളി മഞ്ഞുമലയൊക്കെ ആയിട്ട്, സൂപ്പർ മഞ്ഞുമലയൊക്കെയാണ്. കണ്ടില്ലേ എന്തോരം താഴ്വാരങ്ങളും, കണ്ടോ റോഡൊക്കെ കണ്ടില്ലേ, വെള്ളത്തിൽ കൂടെ ഒക്കെ അതിസാഹസികമായിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. പതുക്കെ കണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്, കാണാമല്ലേ. കുറച്ച് പേരൊക്കെ പോയി, കുറച്ച് പേര് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. വളരെ സൂപ്പറായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതൊന്നുമല്ല ശരിക്കും ഇതിൻ്റെ ശരിയായ പീക്ക് സീസണിൽ വരികയാണെങ്കിൽ ഫുള്ള് മഞ്ഞ്, മേളിൽ താഴെ എല്ലാം മഞ്ഞ്, അങ്ങനൊരു വിഷയത്തിലായിരുന്നു. അതൊക്കെയാണ് പ്രതീക്ഷ വന്നത്. എന്നാൽ പോലും ഇതും ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒട്ടും കുറച്ചിട്ടില്ല. എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു. കണ്ടോ ഇത് കണ്ടോ സൂപ്പറായിട്ടില്ലേ. ഇഷ്ടംപോലെ റൈഡേഴ്സ് കയറി വരികയും ഇഷ്ടംപോലെ റൈഡേഴ്സ് കയറി വരികയും ഇതുപോലെ കുറേ പേര് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം മുന്നിൽ വണ്ടികളും ബൈക്കുകളും, ഇഷ്ടംപോലെ റൈഡേഴ്സ് ഈ ഒരു യാത്ര പ്രിഫർ ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാരുടെ ഒരു ഡ്രീം ട്രിപ്പാണിതൊക്കെ. ഞങ്ങൾക്കിത് സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് ഇഷ്ടമില്ലാത്ത വ്യൂ കേട്ടോ, മറക്കെടുക്കണേ വീഡിയോ, ഇത് ഇഷ്ടമില്ലാത്ത വ്യൂ കേട്ടോ. നോക്കടാ അവസ്ഥ, നോക്കടാ കണ്ടു ഇടയിൽ കൂടെ കാണുന്നതാണ് റോഡിന് മേളിലും താഴെ എല്ലാം മഞ്ഞാണ്, കാണാവുന്നതാണ്. ഓരോ വാലിയും കൂടെ ഇതാണ് നിതിൻ ഭായ്. കാരണം അദ്ദേഹം ഈ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസ് ഒക്കെ താഴെയൊക്കെ റോഡൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ മൂടി കുറച്ചുകൂടി ഉച്ചയൊക്കെ ആയതുകൊണ്ടാണ്. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷയായിരുന്നു. ഇതിപ്പോൾ കുറേയൊക്കെ